ഏതൊരു പണിയെടുത്താലും ക്ഷീണം ഉണ്ടാവും അല്ലേ? ക്ഷീണം വന്നാൽ എന്താ ചെയ്യുക? ക്ഷീണം വന്നാൽ നമ്മൾ വിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക. അതിനകത്ത് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ പണിയെടുക്കുന്ന പണി മോഷണമാണെങ്കിലോ എന്താ കുഴപ്പം? അങ്ങനെ മോഷണത്തിൻ്റെ സമയത്ത് കൃത്യമായി വിശ്രമിച്ച് ഒന്നുറങ്ങി നടുവൊക്കെ നിവർത്തി രാവിലെ മോഷണം മുതലുമായിട്ട് കടന്നു കളയുന്നൊരു കക്ഷിയുണ്ടായിരുന്നു. ആ കക്ഷി ഇപ്പോൾ പിടിയിലായി. തിരുവനന്തപുരത്ത് കോവില്ലൂർ ക്ഷേത്രത്തിലെ മോഷണത്തിനിടെ ഉറങ്ങിപ്പോയി പിടിയിലായ പ്രതി സെന്തിലിൻ്റേത് വിചിത്ര സ്വഭാവമെന്നാണ് പോലീസ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. രാവിലെ ഇതാ കണ്ണൊക്കെ തിരുവി എഴുന്നേറ്റ് വരികയാണ്. ഇതൊക്കെ കഴിഞ്ഞ് റെഡിയായി മൂരിയൊക്കെ വിട്ടിങ്ങനെ വരിക എന്ന് പറയില്ലേ, അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി അങ്ങനെ ഉറക്കം എണീറ്റ് വന്ന് ഉറക്കെണീറ്റ് വന്ന് ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ പണി പാളി എന്ന് മനസ്സിലായി. അതാ ആരാ നിൽക്കുന്നത്? നാട്ടുകാർ, ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികൾ. ഇതെവിടെയാണ് ഞാൻ? പണി കിട്ടി സാർ, ഒരു പിടിയുമില്ലേ. മോഷണത്തിനിടെ ഉറക്കം പ്രതിയുടെ സ്ഥിരം രീതിയാണ്. ക്ഷീണം അകറ്റി പുലർച്ചയോടെ മടങ്ങുന്നതാണ് സാധാരണ പതിവ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പറ്റിപ്പോയത് മദ്യം ചതിച്ചു. കോവില്ലൂർ ക്ഷേത്ര മോഷണത്തിനിടെ സെന്തിൽ ഉറങ്ങിപ്പോയത് മദ്യപിച്ചതിനാലാണ്. ആരാധനാലയങ്ങളിൽ മാത്രം മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ ഒരു രീതി. പുള്ളിക്ക് അങ്ങനെ കാര്യമായിട്ട് അത്ര വലിയ ദൈവവിശ്വാസമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഇടങ്ങളിലുള്ള സ്വന്തങ്ങളിൽ മറ്റ് വസ്തുക്കളിലൊക്കെ നല്ല വിശ്വാസം ഉണ്ട് താൻ. ഇച്ചിരി കൂടിപ്പോയി. അടിച്ചത് വേറെ ഏതോ ബ്രാൻഡായിരുന്നു തോന്നുന്നു. അപ്പം കൃത്യമായിട്ട് ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്തില്ല. നേരം പുലർന്നു കഴിഞ്ഞിട്ടും പുള്ളി ഉറക്കത്തിലായി. നാട്ടുകാർ പിടിച്ചു. ഗോകുൽനാഥ് ഉണ്ട്. ഗോകുൽനാഥ്, വ്യത്യസ്തമായൊരു മോഷണ രീതിയാണല്ലോ സെന്തിലിനേത്. എന്താണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഗോകുൽ? അരുൺകുമാർ, തീർച്ചയായും അരുൺകുമാർ കമന്ററിയായി പറഞ്ഞതുപോലെ തന്നെ പ്രതി ഉറക്കമുണർന്നത് പോലീസിനും നാട്ടുകാർക്കും നടുവിലാണെന്നുള്ളതാണ്. അതാണ് ഇതിലെ ഒരു കൗതുകം. കാരണം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി പ്രതി മോഷണം പതിവാക്കിയിരുന്നുവെങ്കിലും പലയിടങ്ങളിലും മോഷണം നടത്തിയ ശേഷം ഉറങ്ങുന്നതാണ് പതിവ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് കോവില്ലൂർ ക്ഷേത്രം കണ്ടുവെക്കുകയും തുടർന്ന് രാത്രിയോടെ ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്തുകയും ചെയ്തത്. ശ്രീകോവിലിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറാനൊരു ശ്രമം നടത്തി. മാത്രമല്ല ഈ ശ്രീകോവിലിന്റെ താഴ് അടിച്ചു പൊട്ടിച്ച് അകത്തേക്ക് കയറാനൊക്കെ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അത് വിഫലമായിരുന്നു. തുടർന്നാണ് തിടപ്പള്ളിയിൽ വാതിൽ പൊളിച്ച് അകത്ത് കയറി വിശ്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അപ്പോൾ സാധാരണഗതിയിൽ മദ്യപിക്കാറില്ല പ്രതി. പക്ഷേ ഇത്തവണ മദ്യമാണ് ചതിച്ചത്. അമിതമായി മദ്യപിച്ചതുകൊണ്ട് തന്നെ ഉറക്കക്ഷീണം കലശലായിരുന്നു. അങ്ങനെയാണ് ഈ തിടപ്പള്ളിക്ക് അകത്ത് കയറി വിശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും തുടർന്ന് പുലർച്ചെ പോലീസും നാട്ടുകാരും എത്തി ഈ പരിശോധന നടത്തുകയും തുടർന്ന് പ്രതിയെ കണ്ടെത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൽ പൂജാരി രാവിലെ എത്തുകയും തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്തു. ഈ വാതിൽ പൊളിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടാണ് ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയും തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഇതിലും പോലീസ് പറയുന്നത് ഈ പ്രതി പലപ്പോഴും ക്ഷേത്ര അന്തർ സംസ്ഥാന മോഷ്ടാവാണ്. പലയിടങ്ങളിലും മോഷണം നടത്തിയ ശേഷം വിശ്രമിച്ച ശേഷമാണ് മടങ്ങുക. പക്ഷേ ഇത്തവണ മദ്യം ചതിച്ചു എന്ന് പറയേണ്ടി വരും. പലപ്പോഴും പ്രതിയെ പല സംസ്ഥാനങ്ങളിലാണ് പിടികൂടുന്നത്. ഇത്തവണ എന്തായാലും മദ്യപിച്ചുകൊണ്ട് തന്നെ സ്ഥലത്ത് നിന്ന് പിടികൂടാനായി എന്നുള്ളതാണ്. താങ്ക് യു. ഇതിനിടയിൽ എണീറ്റ സമയത്തെ ഈ സെന്തിൽ ഇങ്ങനെ കാണിച്ചു. ഇതെന്താ സംഭവം? ഒരു പിടി കിട്ടുന്നില്ല. വല്യപ്പൊക്കെ കഴിഞ്ഞ് കാണും. ഇത്രേ ഉള്ളായിരിക്കും വല്യപ്പം. പക്ഷേ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് അവിടെ കൂടി നിന്ന ചില മനുഷ്യരുണ്ടല്ലോ, അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ സംഘാടകരും പോലീസുകാരും ഒക്കെ ഇങ്ങനെ എണീക്കുന്നത് കാത്തു നിന്നൊരു കാഴ്ചയുണ്ടല്ലോ. അവൻ്റെ ഉറക്കത്തെ ശല്യപ്പെടുത്താതെ ആ ഹൃദയവിശാലതയോടുകൂടി അവർ കാത്തു നിന്നു എന്നുള്ളതാണ്. ആ മനസ്സ് കാണാതെ പോകരുത്.